എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹഫ്സത്ത്, ക്ലബ്ബ് നമ്പർ 7-ൽ നിന്ന്. ഞാൻ റംലത്ത് NK. ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഖസസിലെ 14 മുതൽ 21 കൂടിയ ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. പേജ് നമ്പർ 387. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അദ്ദേഹം മൂസ തൻ്റെ ശക്തി പ്രാപിക്കുകയും പാകതയെത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തിന് വിജ്ഞാനവും അറിവും നൽകി. അപ്രകാരമാണ് സൽഗുണവാന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത്. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين. പട്ടണവാസികളുടെ ഒരശ്രദ്ധയുടെ നേരത്ത് അദ്ദേഹം അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടെ 2 പുരുഷന്മാർ ശണ്ട കൂടുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഇയാൾ രണ്ടിലൊരുവൻ തൻ്റെ കക്ഷിയിൽപ്പെട്ടവനും മറ്റവൻ തൻ്റെ ശത്രുക്കളിൽപ്പെട്ടവനുമാണ്. അങ്ങനെ തൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ ശത്രുക്കളിൽപ്പെട്ടവനെതിൽ അദ്ദേഹത്തോട് സഹായം തേടി. അപ്പോൾ മൂസ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അങ്ങനെ അവൻ്റെ പണി തീർത്തു, അഥവാ കഥ കഴിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. നിശ്ചയമായും അവൻ വഴിപിഴപ്പിക്കുന്ന പ്രത്യക്ഷ ശത്രുവാകുന്നു. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തു തരയണമേ. ആകിയാൽ അവൻ റബ്ബ് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്തു തന്നിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ കുറ്റവാളികൾക്ക് പിന്തുണ നൽകുന്നവനായിരിക്കുന്നതേയല്ല. فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه قال له موسى إنك لغوي مبين. അങ്ങനെ അദ്ദേഹം പട്ടണത്തിൽ പേടിച്ച് ഭവിഷ്യത്തിനെ പറ്റി വീക്ഷിച്ചും കൊണ്ടിരിക്കുകയായി. അപ്പോഴതാ തലേ ദിവസം സഹായമർത്ഥിച്ചവൻ പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹത്തോട് സഹായത്തിന് നിലവിളി കൂട്ടുന്നു. മൂസ അവനോട് പറഞ്ഞു, നിശ്ചയമായും നീ ഒരു പ്രത്യക്ഷ ദുർമാർഗി തന്നെയാണ്. فلما أن أراد أن يبطش بالذي هو عدو لهما قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. എന്നിട്ട് അദ്ദേഹം അവർ രണ്ടാളുടെയും ശത്രുവായുള്ളവനിൽ കയ്യൂക്ക് നടത്തുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു, മൂസ, താൻ ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലുവാൻ ഉദ്ദേശിക്കുകയാണോ? നീ നാട്ടിലൊരു സ്വേച്ഛാധികാരിയായി തീരുവാനല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. നന്മയുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ നീ ഉദ്ദേശിക്കുന്നില്ല താനും.
وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു. അയാൾ മൂസായോട് പറഞ്ഞു, മൂസ, നിന്നെ കൊല്ലുവാനായി പ്രധാനികൾ നിന്നെപ്പറ്റി ആലോചന നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് നീ രാജ്യത്തു നിന്നും പുറത്തു പോയി കൊള്ളുക. നിശ്ചയമായി ഞാൻ നിനക്ക് ഗുണകാംക്ഷയുള്ളവരിൽപ്പെട്ടവനാണ്. فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. അങ്ങനെ അദ്ദേഹം പേടിച്ച് വീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, അക്രമികളായ ജനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.